പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ HR തൊഴിലാളികളുടെ കൂട്ട പിരിച്ചുവിടലിൽ ഇടപെട്ട് ഹൈക്കോടതി. തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ ജീവനക്കാരോട് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, ഈ വിഷയത്തിൽ അവിടെ വലിയ പ്രതിഷേധവും നടക്കുകയാണല്ലോ. എന്താണ് കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങൾ? വേണു, മലമ്പുഴ ഉദ്യാനത്തിൽ താൽക്കാലിക ജീവനക്കാരായി ജോലി ചെയ്യുന്ന 60 വയസ്സ് കഴിഞ്ഞ ആളുകളോടാണ് 1-ാം തീയതി മുതൽ ജോലിക്ക് വരേണ്ടതില്ല എന്ന് അവരെ അറിയിച്ചത്. 1-ാം തീയതി മുതൽ ഈ കവാടത്തിനകത്തേക്ക് അവർക്ക് പ്രവേശനമില്ല എന്നാണ് അറിയിച്ചിരുന്നത്. ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും 60ഉം 65 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളാണ്. അവരുടെ നല്ല കാലത്ത്, അതായത് അവരുടെ 10, 20, 30 ഒക്കെ പ്രായമാവുന്ന ഘട്ടത്തിൽ ഇവിടെ ജോലിക്ക് വന്ന ആളുകളാണ്. അന്ന് മുതൽ ഇവിടെ ജോലി എടുത്തു പോരുന്ന ആളുകളാണ്. അവർക്കാണ് പ്രത്യേകിച്ച് മുന്നറിയിപ്പോ ഈ നഷ്ടപരിഹാരമോ ഒന്നും നൽകാതെ പെട്ടെന്നൊരു ദിവസം അവരുടെ ഈ ജോലി ഉപേക്ഷിച്ച് പോകാൻ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നേതൃത്വത്തിൽ ഈ മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിൽ, കവാടത്തിന് മുന്നിൽ നടന്നത്. അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ ഈ ഉദ്യാനത്തിന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു ഈ ഇവിടുത്തെ ജീവനക്കാർ. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു ടേക്ക് എടുത്തിരിക്കുകയാണ്. ഹൈക്കോടതി നിലവിലത്തെ ഈ ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ജീവനക്കാരുടെ നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് ജോലിയിൽ തുടരാമെന്നുള്ള നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുകയാണ്. തുടർ നടപടികൾ ഇനി കോടതി വഴി തന്നെ നടക്കട്ടെ എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. എന്തായാലും അവർക്ക് അടുത്ത ദിവസം ജോലിയിൽ പ്രവേശിക്കാം എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം, ഒന്നുകിൽ ഇവർക്ക് 70 വയസ്സ് വരെ ജോലി അനുവദിക്കുക, അതല്ലെങ്കിൽ മാന്യമായ നഷ്ടപരിഹാരം നൽകി അവരെ മടക്കി അയക്കുക എന്നുള്ളതാണ് ജീവനക്കാരും യൂത്ത് കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.